ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണില്ലേ? അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. മാഷാ അല്ലാ, ഞങ്ങളുടെ ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇത്തവണത്തെ ആനിവേഴ്സറിക്ക് എന്തോ ഒരു അധിക സന്തോഷമുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര സന്തോഷം. കാരണം നമ്മളെ കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ആനിവേഴ്സറി തന്നെ നിങ്ങൾക്കറിയാലോ, ഫസ്റ്റ് ആനിവേഴ്സറിൻ്റെ മുന്നേ തന്നെ പ്രസവം കഴിഞ്ഞ് നമ്മളെ കുട്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ ലോകത്തുനിന്ന്. അപ്പം അതിൻ്റെ വിഷമങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഉള്ള ഒരു ആനിവേഴ്സറിക്കും ഞങ്ങൾക്ക് അത്ര ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ ഇത്തവണ നമുക്ക് അൽഹംദുലില്ലാ നമ്മൾ കുട്ടീൻ്റെ വയറ്റിലുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് നമ്മളെ ആനിവേഴ്സറി ആണ് കേട്ടോ. ഇക്ക എന്നോട് വിളിച്ചതായിട്ട് പറഞ്ഞ് ഇക്കാൻ്റെ ഫ്രണ്ടും വൈഫും വരുന്നുണ്ട് എന്നറിയാം. നമ്മള് വീട്ടിലൊരു കുളത്തിലാവല്ലോ ഇരിക്കല്. അപ്പൊ ഞാൻ ചുരിദാറൊക്കെ ഇട്ട് വന്ന് പോയോക്കിയപ്പോ ഒരാള് കേക്ക് ഇട്ട് വന്നിക്കാണ് കേട്ടോ. നല്ല ഗിഫ്റ്റ്. അപ്പൊ നമ്മളെ ആനിവേഴ്സറിക്കുള്ള ഗിഫ്റ്റാണ്. ഞാൻ ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടോ ഞങ്ങൾ രണ്ടാളും. കാരണം നമുക്ക് മാഷാ അല്ലാ നല്ല ഗിഫ്റ്റ് അൽഹംദുലില്ലാ ഉണ്ടല്ലോ. പക്ഷെ സർപ്രൈസ് ആയിട്ടാ. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിട്ടൊരു കേക്ക്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ മാഷാ അല്ലാ ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ ഇക്ക കേക്കൊക്കെ നോക്കായിരുന്നു കേട്ടോ. ഇക്ക അങ്ങനെ പോയിട്ട് വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. മറ്റേതൊക്കെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഉണ്ടോയെന്ന് വെച്ചിട്ട് എന്നെ വിളിക്കലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര സന്തോഷമായിട്ടാണ് മാഷാ അല്ലാ. പിന്നെ ഞാൻ കന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത്തവണ നമുക്കൊന്നും വേണ്ട, നമുക്ക് ഇത്തവണ അൽഹംദുലില്ലാ പഠിച്ചുകൊണ്ട് തന്ന വലിയൊരു അനുഗ്രഹം അൽഹംദുലില്ലാ നമുക്കുണ്ടല്ലോ, അപ്പോൾ നമുക്ക് വേറെ ഒന്നും വേണ്ട എന്നൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ആനിവേഴ്സറിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്കാറുണ്ടല്ലോ. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ സന്തോഷമായി. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 3 ലവ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 3 ഹാർട്ട്സ് അവരതിൽ വരച്ചിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സന്തോഷങ്ങൾ മാഷാ അല്ലാ. അപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ അവിടെ. 2 ദിവസമായിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് കൂടിയിരിക്കണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ സമയത്തൊരു ചൂട് കൂടുതലല്ലെങ്കിലും ഇങ്ങനെ ഫീൽ ചെയ്യുമല്ലോ, അപ്പോൾ അതിൻ്റെതായ ചൂടും എനിക്കുണ്ട്. അപ്പോൾ AC ഓൺ ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതിയിട്ടാ. അപ്പോൾ ഇക്ക ഓരോന്ന് പറഞ്ഞ് കളിയൊക്കെ ഇരുന്നിട്ട് തന്നെ പാത്രത്തിലേക്ക് വെച്ചാൽ ഒന്നുകൂടെ ഈസി ആയിട്ട് കട്ട് ചെയ്യല്ലോ എന്നൊക്കെ. സത്യം പറയാലോ എനിക്കിപ്പോൾ എന്തൊക്കെയോ ഒരു ഇതാണ് കേട്ടോ. എനിക്ക് കൊണ്ട് ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ട് ഭയങ്കര മറവി. ഫ്രിഡ്ജിൽ നിന്നൊക്കെ സാധനം എടുത്തിട്ട് നമ്മളെ കിച്ചണിൻ്റെ കബോർഡ് ഉണ്ടാവില്ല, അങ്ങോട്ടൊക്കെ വെക്കുക. കിച്ചൺ കബോർഡിലത്തെ സാധനം എടുത്തുകഴിഞ്ഞിട്ട് അങ്ങോട്ട് ബാക്കി വെക്കണതിന് പകരം ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുക, അങ്ങനെയൊക്കെ കേട്ടാ. അപ്പോൾ ഞാനിങ്ങനെ നമുക്കിങ്ങനെ ഞാൻ ഓരോ ഡോക്ടേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണും കേട്ടോ നമുക്ക് അപ്ഡേഷനൊക്കെ. അപ്പോൾ അതിലൊരു ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു നമ്മളെ ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മളെ ബ്രെയിന് ഷ്രിങ്ക് ആവും എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു മെമ്മറി അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ സത്യമാണ് കേട്ടോ. കാരണം ഇങ്ങനെയുള്ള കുറേ ഉണ്ട്. പിന്നെ ഭയങ്കര മറവി. അപ്പോൾ ഞാൻ മരുന്ന് കുടിക്കാനൊക്കെ അലാറം വെച്ചൊക്കെയാണ് കേട്ടോ. ഇക്കെന്നെ ഓർമ്മയാക്കി തരികയാണ് കേട്ടോ. അങ്ങനെ ഇക്ക എന്നോട് പറയാൻ ഇൻ കേസ് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ അലാറം സെറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അങ്ങനെ അലാറം സെറ്റ് ചെയ്ത് കേട്ടോ മരുന്നൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് വിറ്റാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഇന്നലെ നൈറ്റൊക്കെ ഇങ്ങനെ സ്വീറ്റ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു കഴിക്കാൻ ചെറിയൊരു തോന്നലുണ്ടാവില്ലേ. എന്നിട്ട് ഞാൻ ശർക്കര ഇതൊക്കെ കൂടെ ആക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓവർ കഴിക്കണത് നല്ലതല്ലല്ലോ, ഷുഗർ വരാൻ ചാൻസ് കൂടുതലല്ലോ ഇനിയുള്ള മാസം. അപ്പോൾ ഏതായാലും ഒരു പീസ് കേക്ക് ഞാൻ കഴിച്ചു, ഒരു പീസ് ഞാൻ കഴിച്ചു. പിന്നെ ഞാൻ ഇവിടെ ഇക്കാൻ്റെ അമ്മായിൻ്റെ മോളുണ്ട് കേട്ടോ നമ്മളെ ഫ്ലാറ്റിൽ. അപ്പോൾ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുക അവർക്കുള്ളത് എന്ന് കരുതിയിട്ട് അവർ തെറ്റ് ഈവനിങ് പിന്നെ അങ്ങ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പം എന്താ പറയുക അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളെ ലാസ്റ്റ് വീഡിയോ ട്രെൻഡിങ്ങിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമായി. നിങ്ങളെല്ലാവരും തരുന്ന സ്നേഹം കൊണ്ടും സപ്പോർട്ട് കൊണ്ടൊക്കെയാണ്. പിന്നെ നമ്മളെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഒന്നും കൂടെ ഒക്കെ വ്യൂസ് ആവും. പിന്നെ ഒരു പീസ് നമ്മളെ ഫ്ലാറ്റ് നോക്കണ ഇക്കല്ലേ, ആ ഇക്കാക്കും കൊടുത്ത്. പിന്നെ നമ്മളെ നെയ്ബറുണ്ട്, ഓർക്ക് കൊടുക്കുകയാണ്. അവൾ എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാഷാ അല്ലാ. ആ സമയത്ത് എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഈ പ്രഗ്നൻസി നമുക്ക് അറിഞ്ഞ സമയത്ത് ഒരാഴ്ച എനിക്ക് ഭയങ്കര ബിരിയാണി ഭ്രാന്തായിരുന്നു കേട്ടോ.
പക്ഷേ ഇപ്പോൾ എനിക്ക് ബിരിയാണി ഇഷ്ടേ അല്ല കേട്ടോ. ബിരിയാണി എന്നൊക്കെ കാണുമ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അപ്പൊക്കെ ഛർദ്ദിക്കാൻ വരും. അങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇക്ക അറിയുന്നുണ്ട്. ഇക്ക എന്നിട്ട് ഇടയ്ക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കലാണ് കേട്ടോ ബിരിയാണി. ഇക്കാക്ക് കഴിക്കാൻ കൊതിയാകുമ്പോൾ എനിക്ക് പറ്റുന്നേ ഇല്ല കേട്ടോ. മറ്റേ ഞാൻ വെറും ബിരിയാണിൻ്റെ ആളായിരുന്നല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കലും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ ഏതായാലും ഞാൻ ചെറുതായിട്ടൊരു ക്ഷീണം പോലെ അങ്ങനെ തോന്നിയപ്പോഴേ ഒന്ന് വന്ന് കിടക്കണം. എനിക്ക് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടാ. ഞാൻ പറഞ്ഞല്ലോ ചൂട് കൂടിക്കണം 2 ദിവസമായിട്ടെന്ന്. അപ്പോൾ ഞാൻ വന്ന് കുറച്ചൊരു AC ഒക്കെ ഓൺ ചെയ്തൊക്കെയായിരുന്നു. AC എപ്പോഴും ഇങ്ങനെ ഓണാക്കാറില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം വരുമ്പോൾ പിന്നെ ഓണാക്കുള്ളൂ. കാരണം AC ഓവർ യൂസ് ചെയ്യുന്നത് നല്ലതല്ല. കാരണം അങ്ങനെ ഓവറായിട്ട് നല്ലതല്ലല്ലോ. അപ്പോൾ ഏതായാലും ഞാനിങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരിക്കായിരുന്നു. ഒന്ന് ഇരുന്ന് റിലാക്സ് ആയിട്ടൊക്കെ ഇട്ട് കിടക്കുള്ളൂ. ഒറ്റയടിക്ക് അങ്ങ് വന്ന് കിടക്കൂല. ഇപ്പോൾ ഈ പ്രഗ്നൻസി ബില്ലും എനിക്ക് എൻ്റെ ആരോ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതായിരുന്നു കേട്ടോ. അതിന് ഞാൻ വേറൊരു കവറൊക്കെ എക്സ്ട്രാ അടിച്ചു കൊടുത്തു. അതിനുള്ള കവറിൻ്റെ കൂടെ അത് ഭയങ്കര ലൈറ്റ് കളറായിരുന്നു. അപ്പോൾ ഞാൻ വേറെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ കുറച്ച് നേരമൊക്കെ അങ്ങനെ കിടന്ന് എണീറ്റതിന് ശേഷം രാത്രിയിൽ പിന്നെ ഇക്ക ഷോപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. മറ്റേ നിലമ്പൂർ അവിടെ എവിടെയുള്ളൊരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫ് ഉണ്ടെന്നിക്കണ്, ഈ ഉണ്ടോ പോയി വാങ്ങാൻ, നമുക്കൊന്ന് പോയി കറങ്ങി വരാം, അപ്പം എൻ്റെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഡോറൊക്കെ ക്ലോസ് ആക്കി ഇങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ക്ലോസ് ആക്കിയ പിന്നെ ഒരു ഡൗട്ടാണ് കേട്ടോ, ആക്കിയില്ലേ എന്നിട്ട് വീണ്ടും പോയി നോക്കും. ഇപ്പോൾ ഇതാ ഇക്ക ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ എന്താ ഇവിടെ റോഡ് വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റേത് നമ്മൾ കാറ് ആദ്യമൊക്കെ പാർക്ക് ചെയ്തിരുന്നത് ഈ ഒരു ഏരിയയിലായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ നേരെ അപ്പുറത്ത് കൊണ്ടുപോയിട്ടിടലാണ്. ഭയങ്കര പൊടിയാണ് കേട്ടോ. നമ്മൾ സർവീസ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചാലും പിറ്റേ ദിവസം വന്ന് നോക്കി അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ പൊടി. ഭയങ്കര പൊടിയാണ്. കാരണം റോഡ് വർക്ക്സൊക്കെ നടക്കുന്നതുകൊണ്ട് പൊടി മാറിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ എക്കാനോട് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ മേഘം കുറച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ചൂട്. ഇനി ക്ലൈമറ്റ് മാറാനാകുമ്പോൾ ചിലപ്പോൾ കാണാൻ ഇങ്ങനെ ഒരു ചൂടായിട്ട് അങ്ങോട്ട് മാറണം. അതിനാണോ ഒന്നും അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പ്രഗ്നൻസിയിൽ ഒന്നാമതൊരു ചൂട് ഫീൽ ചെയ്യും. പക്ഷേ ഭയങ്കര ചൂടുണ്ട്. ഇക്കാൻ പറഞ്ഞു കേട്ടോ നല്ല ചൂടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഏതായാലും എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോണതിന് മുന്നേ നമുക്കൊന്നും ഇങ്ങനെ കറങ്ങി വരാറുണ്ട്. മാഷാ ഞാനൊക്കെയും കൂടെ ഒന്നിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്നിങ്ങനെ കറങ്ങി വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മളവിടെ കുറച്ചു നല്ല ചെടികൾക്കിടയിലൂടെ അങ്ങനെ പോകുമ്പോൾ ഒരു രസമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനത്തൊക്കെ. ചെടിയെല്ലാം കുറച്ചൊക്കെ വലിയ മരമൊന്നും പറയാൻ പറ്റൂല. അങ്ങനത്തെ കുറച്ച് മരങ്ങളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്താ ഫ്രഷാ? അതെങ്ങനെ ഫ്രഷ്? ഐസാക്കിട്ട് വിടുന്നേ? ഇല്ല, ഞാൻ എനിക്ക് പണിയൊന്നുമില്ല. പോയി ചൂടാക്കാൻ ഫ്രഷ് ആകുമ്പോ നമുക്ക് ഒരു പൂച്ച അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു പേടിയില്ല. ഓ, ഇങ്ങളെ വേണമെങ്കിൽ ഇങ്ങളെ വഴി എടുത്ത് പോയിക്കോ, ഞാൻ ഇവിടുന്ന് അനങ്ങൂലാണ്. അപ്പോൾ ഏതായാലും ഞങ്ങളതൊക്കെ വാങ്ങിച്ച് പിന്നെ ഇനി നേരെ തിരിച്ച് ഫ്ലൈറ്റിൽ പോകട്ടെ. അപ്പോൾ അവിടെ ഒരു പൂച്ച ഇരുന്നില്ല മാഷാഅല്ലാഹ്. അപ്പോൾ ഞങ്ങൾ ആ റോട്ടിനിങ്ങനെ എടുക്കാതെ നോക്കിയപ്പോൾ പൂച്ച അവിടെ നിന്ന് മാറുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളത് പറഞ്ഞിട്ട് ചിരിക്കരുത് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ ചിരിക്കണം കളിക്കണം ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ എനിക്ക് ഒന്ന് വയ്യാണ്ടാവുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തല ഇങ്ങനെ കറങ്ങിയിട്ട് എന്തോ ഒരു ക്ഷീണം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ക്ഷീണം ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല ഇറങ്ങിയിട്ട്. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയതോ
ഇക്ക കൈ പിടിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. വീഴണ്ടെന്ന് കരുതിയിട്ട്. അങ്ങനെ വീണ് പോവില്ല. പക്ഷെ ഞാൻ ഒരു ദിവസം പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ മുന്നേ പണ്ട് ഇതേപോലെ തലയിറങ്ങിയിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടാ. അന്നിൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയിരുന്നു കേട്ടാ. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരു 2 കൊല്ലം മുന്നേ എങ്ങാനാണ്. അപ്പോൾ തലയിറങ്ങണത് പേടിയാണ് കേട്ടാ. പിന്നെ കുറച്ച് നേരം വന്നു കിടന്ന് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം പിന്നെ ഞങ്ങൾ ബീഫൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇക്ക നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് ഇരുന്ന് ചെറിയുള്ളി ഇട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. ചെറിയുള്ളി ഇട്ട് ഉണ്ടാക്കിയാലോ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക വലിയുള്ളി ഇടുന്നതിനേക്കാളും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഉമ്മാനൊന്നും പ്രസവത്തിന് കൊണ്ടുവരണില്ല എന്നുള്ളത്. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവരേണ്ടി, ഞങ്ങൾക്ക് പേടിയാണ് എന്നൊക്കെ. ഞങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പറയണതെന്നൊക്കെ അറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നമ്മളെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ബുദ്ധിമുട്ടാവില്ല എന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഉമ്മാക്ക് കൈവേദനയും കാലുവേദനയും ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ അടിക്കുന്ന ആളാണ് കേട്ടോ അമ്മ. അപ്പോൾ ഓർക്ക് എന്താ പറ്റൂല. കാരണം എനിക്കറിയാം ഉമ്മാൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ ഇക്കാൻ്റെ അമ്മക്കാണെന്നുണ്ടെങ്കിൽ ചിലർ പറയണ്ടായി അങ്ങനെയാണെങ്കിൽ ഇക്കാൻ്റെ അമ്മനെ കൊടുത്തുകൂടെ. നിൽക്കാൻ്റെ അമ്മയും അതേപോലെ ബുദ്ധിമുട്ടുള്ള ആൾ തന്നെയാണ് കേട്ടോ. നടുവേദനയും കാലുവേദനയും അങ്ങനെയൊക്കെ 2 ഉമ്മാർക്കും. കാരണം അവർക്കൊക്കെ പ്രായമായിട്ട് അവരെ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. നമ്മളങ്ങനെ അവർ ജോലിക്ക് വേണ്ടി കൊടുന്ന് നിർത്തിയിട്ട് അങ്ങനെയല്ലേ, നമുക്കൊരു സന്തോഷത്തിനൊക്കെ വേണ്ടി നമ്മളെ കൂടെ സന്തോഷത്തിനൊക്കെ കൊടുന്ന് നിർത്തുക പറഞ്ഞേക്കാൻ അല്ലാതെ നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ആരോഗ്യമുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വലിയ പണിയല്ല കേട്ടോ. ആരോഗ്യമുള്ളവർക്ക് ഇപ്പോൾ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ. വേറെ പ്ലാനുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അല്ലാണ്ട് ഒറ്റയ്ക്ക് ഞാൻ കഷ്ടപ്പെടുന്ന ഒന്നുമല്ല. ഇൻഷാ അല്ലാഹ് റാഹത്തിലാവട്ടെ. അപ്പോൾ ഏതായാലും ഞാനിതാ ഇപ്പോൾ ബീഫ് ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇക്ക ബീഫ് കഴുകി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക നിസ്കരിക്കുകയാണ്. നിൽക്കാൻ്റെ കൈമല്ല അതാക്കി കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തന്നെ എടുത്ത് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു കേട്ടോ ക്വാണ്ടിറ്റി. കൊണ്ട് 2 കിലോക്ക് മുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഏതായാലും ഞാൻ എടുത്തുണ്ടാക്കുകയാണ്. ഇപ്പോഴൊക്കെ ഉണ്ടാക്കുക, നാളേക്കൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം ഞാനിപ്പോൾ അങ്ങനെ ഇട്ടാൽ എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ കണ്ട് ഉണ്ടാക്കുമ്പോൾ 2 ദിവസത്തിനൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കും. ഒരു ആക്കാണല്ലോ നമുക്ക് ഈ സമയത്തൊക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് 2 ദിവസത്തിനും കൂടെ വേണ്ടിയിട്ടുള്ളത് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഏതായാലും ബാക്കിയുള്ളത് ഇതാ ഇത്രയും ബാക്കിയുണ്ട്. നമുക്ക് വേറെ ഇതേപോലെ 2 ദിവസത്തിനും കൂടി ഉള്ളതുണ്ടാവും. അപ്പോൾ ഏതായാലും എന്താണ് ഇത് എടുത്തിനി ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ കേട്ടോ. ഞാൻ ബോക്സിലൊക്കെ ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ നമ്മളെ ബോക്സുകളിലൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ തന്നെയാണ്. ബാക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വേറെ ബോക്സ് ഞാൻ നോക്കിയപ്പോൾ ഒക്കെ കാലിയായി ഉണ്ടായിരുന്നു. അപ്പം ഇനി ഏതായാലും ഒരു കവറും കൂടെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാമെന്ന് കരുതി. പൊതുവേ ഞങ്ങൾ ഈ നേരത്തൊന്നും ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കലില്ല കേട്ടോ. അങ്ങനെ അതിനുശേഷം ആദ്യമൊക്കെ പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ അതേപോലെ പുതിയാകുമ്പോൾ സമയമൊന്നും നോക്കാണ്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഇങ്ങനെ അതിനുശേഷം അങ്ങനെ ഇല്ല. ഇപ്പോൾ പിന്നെ ഇക്കാൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ബീഫ്. അപ്പോൾ ഏതായാലും സമയമൊന്നും നോക്കാണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇക്കപ്പോൾ വരും കേട്ടോ. ഇക്കാൻ്റെ നിസ്കാരം കഴിഞ്ഞാൽ ഇക്ക വന്ന് കഴുകി തരാറിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ പിന്നെ അതിന് കാത്തിക്കാതൊക്കെ വരുന്നതിൻ്റെ മുന്നേ തന്നെ കഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ ഉണ്ടാക്കി വെക്കും. ചിലപ്പോൾ ഇക്ക ഷോപ്പിൽ പോയാൽ അധികവും ഞാൻ കിടന്ന് ഉറക്കം കിട്ടുകയാണെങ്കിൽ ഉറങ്ങും, ഉറക്കം കിട്ടുന്നില്ലാണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കും റെസ്റ്റ് എടുത്തിട്ട്. പിന്നെ ഉച്ചക്ക് 2 നേരത്തിനും വേണ്ടിയിട്ടുള്ള ഭക്ഷണം അങ്ങോട്ട് ഉണ്ടാക്കി വെക്കൂട്ടാ. കാരണം രാത്രിയിൽ വേറെ ഒന്നും വന്ന് ഉണ്ടാക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഏതായാലും അങ്ങനെ അങ്ങ് ഉണ്ടാക്കി വെക്കലാണ്. ഇക്ക ഇപ്പോൾ ഒറ്റക്കാണ് കേട്ടോ വീട്ടിൽ. അതുകൊണ്ടാണ്, ഇല്ലാണ്ടെങ്കിൽ ഇക്ക എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഭക്ഷണമൊക്കെ ഞങ്ങൾ 2 ആളും കൂടെ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഒറ്റക്കായതുകൊണ്ട് അതിന് പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് 2 ആൾക്കുള്ളതല്ല, വലിയ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. ഞാനധികം ഒരു കറി ഉണ്ടാക്കും, ഒരു മീൻ പൊരിക്കും, ഒരു പപ്പടം പൊരിക്കും, അത്രയൊക്കെ തന്നെയാണ്. അല്ലാണ്ട് കുറേ ഇങ്ങനെ അടുപ്പിച്ചുണ്ടാക്കാനൊന്നും നിൽക്കാറില്ല. ഇപ്പോൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ എന്നോട് പറയുന്നുണ്ട് എന്തിനെ കഴുകി, ഞാൻ വന്ന് കഴുകി തരാമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ.
എന്നൊക്കെ. ഞാൻ എന്നിട്ട് ഇനി ഇങ്ങോട്ട് മാറി ഞാൻ കഴുകി തരാമെന്ന് അറിയുന്നിട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിലാക്കണ്ട, ഞാൻ തന്നെ കഴുകിക്കോളാം എന്ന് പറയുമായിരുന്നു. ബീഫ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എൻ്റെ അമ്മാനെ ഓർമ്മ കിട്ടാ. കാരണം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ബീഫ് മാഷാ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല രസമുണ്ടാവും. പിന്നെ നമുക്ക് എല്ലാവർക്കും നമ്മളമ്മമാരുണ്ടാക്കുന്നതിനോടൊരു പ്രത്യേക ഇഷ്ടമാവുമല്ലോ. എന്നാലും എനിക്ക് തോന്നുന്നത് കഴിക്കുന്ന ബീഫുകളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിന് കേട്ടോ. പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മല്ലിപ്പൊടിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അമ്മ തന്നെ വറുത്ത് പിടിച്ചുണ്ടാക്കാറാണ്. പിന്നെ ഇതാ ഇക്ക തക്കാളിയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഇക്ക അധികം ബോർഡിൽ വെച്ച് കട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ബോർഡ് ഇല്ലാണ്ട് കട്ട് ചെയ്യണ്. പിന്നെ ഇക്ക ഇടവൻ കൈയാണ് കേട്ടോ. അപ്പോൾ നല്ല ഹിറ്റുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ കട്ട് ചെയ്യുന്നത് കാണാൻ. കറക്കൊക്കെ അങ്ങനെ അതാക്കിയിട്ട് ശീലല്ലേ. പിന്നെ അതാ ഈ ഒരു സംഭവം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ നാളെ. കാരണം ഇങ്ങനെ ആകുമ്പോൾ പ്രശ്നമില്ല. മറ്റേത് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് കച്ചറ അടയുമായിരുന്നു കേട്ടോ. ഇതാകുമ്പോൾ അതിലങ്ങനെ നിന്നോളും. പിന്നെ ഇതുള്ള ധൈര്യത്തിലാണ് ഇത്ര കച്ചറ ഇടുന്നത് കേട്ടോ. അല്ലാണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കച്ചറ എടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കാറുള്ളൂ. സ്പെഷ്യൽ മല്ലിപ്പൊടി, അസ്മാബിൻ്റെ മല്ലിപ്പൊടി. പിന്നെ ഞാനിതാ ഓരോ പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. മുളക് പൊടിയൊക്കെ എൻ്റെ എളീമ, എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നേന് കേട്ടോ നാളുമ്മ വരുമ്പം. പിന്നെ ഞാനിതാ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, പെരുംജീരകം അങ്ങനെ എല്ലാം കൂടെ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ എല്ലായിടത്തും ആയിക്കോളും ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ. പിന്നെ ഇതിലേക്ക് ഒരു ഗ്രാമ്പൂ, പിന്നെ 2 പീസ് പട്ട, ഏലക്കായ അത്രയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ അതിൽ കാണിക്കാൻ വേണ്ടി മറന്നു പോയിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചിലർ വെള്ളം വെക്കാണ്ട് വേവിക്കൂട്ടാം. ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളമൊന്നും ആക്കാണ്ട് തന്നെ ഉണ്ടാക്കാറുണ്ട്. ഞാനൊരു തരി വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇല്ലാണ്ടെങ്കിൽ എനിക്കൊരു പേടിയാണ് കേട്ടോ, അടി പിടിച്ചോ കരിഞ്ഞു പോവോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഏതായാലും ഞാനൊരു തരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇനി ഇത് ഞാൻ ആദ്യം ഒരു 5 വിസിൽ അടുപ്പിച്ച് നോക്കുന്നുണ്ട്. കാരണം കണ്ടിട്ട് എനിക്ക് അത്യാവശ്യം വേവുള്ള പോലെ തോന്നി. അപ്പോൾ ഏതായാലും ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാത്രമൊക്കെ ഒന്നും ഇങ്ങോട്ട് കഴുകിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേന്. പാത്രങ്ങളൊക്കെ അവിടെ വെച്ചോ, ഞാൻ കഴുകി വെച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഖുർആൻ ഓതാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇരുന്ന് ഖുർആൻ ഓതിക്കോട്ടെ. ഞാൻ ഈ ഒരു 2 പാത്രത്തിനും വേണ്ടിയിട്ട് ഇനി വെക്കാനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനിങ്ങ് കഴുകുന്നതാണ്. ഇപ്പോൾ ആ കറി ഞാൻ വന്ന് നോക്കിയപ്പോൾ കറി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് ഫ്രൈങ് പാനിലാക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കും, ഒന്നിങ്ങനെ പൊരിച്ച പോലെ ആക്കിയെടുക്കും. അതിലേക്ക് കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിയിലേക്ക് ഒരു 3-4 അല്ലി വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് കറി ഇങ്ങനെ ആയാൽ കുറച്ച് ചോറിൽ ഒഴിച്ച് കഴിക്കുന്ന കേട്ടോ. അപ്പോൾ ഉച്ചത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, ഞാനതെടുത്ത് കഴിച്ചു കുറച്ച്. പിന്നെ ഇതാ ബീഫ് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷം ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.